ഹേ മക്കളെ, നമ്മൾ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് റൈസ് ഓഫ് നാഷണലിസത്തിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ മക്കൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്താണ്? ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ ആൻഡ് നാഷണൽ ഫീലിംഗ്. എല്ലാവരും നമ്മൾ കണ്ടു, എല്ലാവരും റെവല്യൂഷണറീസും അതുപോലെ എന്താണ് ലിബറലിസ്റ്റ് ഒന്നും അല്ല. പകരം എന്താണ്, കുറച്ച് ആളുകൾ എന്തുണ്ട്, കുറച്ച് ആളുകൾ റൊമാൻറ്റിസിസത്തിനെ അതുപോലെ ക്ലിയർ ആയിട്ട് നോക്കിയ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, റൊമാൻറ്റിസിസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ്, കുറച്ച് ആർട്ടിലൂടെ, പെയിന്റിങ്ങിലൂടെ, കവിതകളിലൂടെ, അതുപോലെ എന്താ മക്കളെ, കഥകളിലൂടെ നോക്കി അതുപോലെ റൊമാൻറ്റിസിസം ചെയ്യുക. എന്താണ്, കുറച്ച് ആശയങ്ങളിലൂടെ, നന്മയുള്ള ആശയങ്ങളിലൂടെ എന്ത് ചെയ്യുക, നാഷണലിസം എന്നുള്ള ഫീലിംഗ് എന്ത് ചെയ്യുക, ആളുകൾക്കിടയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് നോക്കേണ്ടത്. എ കൾച്ചറൽ മൂവ്മെന്റ് ദാറ്റ് സോ ടു ഡെവലപ്പ് എ പർട്ടിക്കുലർ ഫോം ഓഫ് നാഷണലിസ്റ്റ് സെന്റിമെന്റ്. ഏതിലേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് മക്കൾ? ഈ ഭാഗത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഇമോഷൻസ്, ആളുകളുടെ വികാരത്തിൽ, അത് പ്രണയമാകാം, ദേഷ്യമാകാം, എന്തുമാകാം അല്ലെ. എന്താണ്, ഇമോഷൻസ് ആണ്. അതുപോലെ ഇൻഡ്യൂഷൻ ഉണ്ട്. എന്താ ഇൻഡ്യൂഷൻ? ആളുകളുടെ തോട്ട് പ്രോസസ്, എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത്, എന്താണ് നമുക്ക് തോന്നലുണ്ടാവും അല്ലെ. എന്താണ് ആ ഒരു ഇൻഡ്യൂഷൻ, ആ ഒരു ക്യൂരിയോസിറ്റിനെ ആളുകൾ എന്ത് ചെയ്തോ, റൊമാൻറ്റിസിസം ചെയ്യാൻ തുടങ്ങി. അതുപോലെയാണ് ഇൻ മിസ്റ്റിക്കൽ ഫീലിങ്സ്, ഏഞ്ചൽ, ഗോഡ്, ഡെവിൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തോ, മിസ്റ്റിക്കൽ ഫീലിങ്സിലൂടെ നാഷണലിസം എന്നുള്ള കോൺസെപ്റ്റിനെ എന്ത് ചെയ്തോ, അവർ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് കിട്ടുക. നിങ്ങൾ നോക്കി വെക്കുക, ജർമ്മൻ ഫിലോസഫർ ജോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡർ. നിങ്ങൾ ഇവിടെ നോക്കുക, ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ആളാണ്. നാഷണലിസം ഇൻ യൂറോപ്പിൽ സ്പ്രെഡ് ആവാനുള്ള മെയിൻ കാരണം എന്താണ്? ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ജോഹാൻ ഗോട്ട്ഫ്രൈഡ് ഹേർഡർ. നിങ്ങൾ നോക്കിയാൽ സിമ്പിൾ ആണ്. ജോഹാൻ ഹേർഡർ എന്ന് എഴുതിയാലും സെറ്റാണ്, ഗോട്ട്ഫ്രൈഡ് ഹേർഡർ എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. പക്ഷെ ഫുൾ നെയിം എഴുതുക, എക്സാമിന് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. നോക്കിയാൽ എന്താണ് പറയുന്നത്? ട്രൈ ടു ഡിസ്കവർ ദിസ് കൾച്ചർ അമംഗ് കോമൺ പീപ്പിൾ. എന്താ ചെയ്തത് അദ്ദേഹം കോമൺ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ, ഓക്കെ, ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് അദ്ദേഹം ആദ്യം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, അവരുടെ കൾച്ചർ മനസ്സിലാക്കി എമംഗ് കോമൺ പീപ്പിൾ ത്രൂ ഫോക്ക് സോങ്, ഫോക്ക് പോയട്രി, ഫോക്ക് ഡാൻസസ് ആൻഡ് പെയിന്റിങ്. എന്താ പറയുന്നത്? ഫോക്ക് സോങ്, നാടോടി കഥകളിലൂടെ, നാടോടി പാട്ടുകളിലൂടെയൊക്കെ അവരുടെ കൾച്ചർ എന്താണെന്ന് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. അതിനുശേഷം അതിലൂടെ റൊമാൻറ്റിസിസം എന്ത് ചെയ്തു, അദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. മെയിൻ ഫോക്കസ് ഏതിലേക്കാണ് മക്കളെ? ഇമോഷൻസ് ഉണ്ട്, ഇൻഡ്യൂഷൻസ് ഉണ്ട്, മിസ്റ്റിക്കൽ ഫീലിങ്സ് ഉണ്ട്. ഇതിലൂടെയൊക്കെയാണ് റൊമാൻറ്റിസിസം. എന്താണ് ഇത്ര സ്ട്രോങ് ആവാൻ കാരണം? മക്കൾ ചിന്തിച്ചേ, ഒരു കത്തി എടുത്തിട്ട് ഒരാളെ കൊല്ലാൻ പോകുന്നതാണോ നല്ലത്, ഒരു കാർട്ടൂൺ വരച്ചിട്ടോ എന്തെങ്കിലും? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ റോസ്റ്റിംഗ് എന്നൊക്കെ പറയും അല്ലേ, നമ്മൾ റോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനം ഏറ്റവും ക്രൂരമായിട്ട് ഒന്നും ചെയ്യാനില്ല, അനങ്ങാതെ നിന്ന് ഒരാളെ കൊല്ലാൻ പറ്റുന്ന രീതിയാണ് എന്താ, ഇതുപോലുള്ള കഥകളും കവിതകളൊക്കെ. അപ്പൊ ആളുകൾക്കിടയിൽ കുറച്ചും കൂടെ വികാരം കൊള്ളാൻ വേണ്ടിയിട്ട്, നാഷണലിസം, ദേശീയത എന്ന് പറഞ്ഞ വികാരം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് സഹായകമായിട്ടുണ്ട്? ഇതുപോലുള്ള ആളുകൾ സഹായകമായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെക്കുക മക്കളെ. ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇത് നിങ്ങൾ സെറ്റാക്കി പഠിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ അകത്ത് വരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, എക്സ്പ്ലെയിൻ. എന്താണ് എക്സ്പ്ലെയിൻ റൊമാൻറ്റിസിസം ആസ് എ കൾച്ചറൽ മൂവ്മെന്റ് ഇൻ യൂറോപ്പ്? എങ്ങനെയാണ് അതൊരു കൾച്ചറൽ മൂവ്മെന്റ് ആയത്? ആളുകളുടെ വികാരത്തിലെയാണ് അവർ മെയിൻ ആയിട്ട് എന്ത് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തത്? നാഷണലിസം എന്ന് പറഞ്ഞിട്ടുള്ള വികാരം ആളുകൾക്കുള്ളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കുക, പഠിക്കുക, നന്നായിട്ട് നോക്കുക കേട്ടോ. ഈ ഭാഗം അടിപൊളിയാക്കുക.